രുക്മി. ഞാൻ 26 വയസ്സുള്ള ഒരു കൊല്ലംകാരി അച്ചായത്തിയാണ്. മംഗലാപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ആഴ്ചയിൽ 2 ദിവസം അവധി കിട്ടുമ്പോൾ വീട്ടിൽ വന്ന് പപ്പയുടെയും മമ്മിയുടെയും കൂടെ നിൽക്കും. ബസ് യാത്ര തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ട്രെയിനിലാണ് ഞാൻ കൂടുതലും യാത്ര ചെയ്യുന്നത്. ഒരു ഓണക്കാലത്ത് എനിക്ക് ട്രെയിനിൽ വച്ചുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. രാത്രിയിൽ കൊല്ലത്തുനിന്ന് നിലമ്പൂർക്കുള്ള ട്രെയിനിലായിരുന്നു സ്ഥിരമായി ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പതിവ് പോലെ ഞാൻ കൊല്ലത്തുനിന്ന് രാത്രി മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറി. പപ്പയാണ് ബൈക്കിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നു വിട്ടത്. ഓണവധി ആയതുകൊണ്ട് ട്രെയിനിൽ തീരെ തിരക്കിലായിരുന്നു. പണ്ടുമുതലേ ആളുകൾ എന്റെ ശരീരം ശ്രദ്ധിക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. എങ്കിലും ഞാൻ മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാറില്ലായിരുന്നു. അത്യാവശ്യം വണ്ണമുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ. നല്ല ഷേപ്പ് ഉള്ള ബോഡിയാണ്. ഞാൻ ഒരു പിങ്ക് ടോപ്പും വെളുത്ത ലെഗിങ്സും ആയിരുന്നു ഇട്ടിരുന്നത്. ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ലേഡീസ് കോച്ചിന്റെ തൊട്ടുപിറകിലുള്ള ബോഗിയുടെ അവസാന ഭാഗത്തുള്ള ഒരു സീറ്റിൽ ഇരുന്നു. വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ തുണി അലക്കിയിരുന്നത് വീട്ടിൽ വരുമ്പോഴായിരുന്നു. അന്നും എന്റെ കയ്യിൽ ഒരു ബാഗ് നിറയെ തുണി ഉണ്ടായിരുന്നു. ആ ബാഗ് തലയിണയാക്കി ഞാൻ ആ സീറ്റിൽ കിടന്നു. എന്താണെന്നറിയില്ല, കൃത്യസമയത്ത് തന്നെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഏറ്റുമാനൂർ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരു 40 മുതൽ 45 വരെ വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ ഞാൻ കിടന്ന ബോഗിയിലേക്ക് കയറി വന്നു. എന്റെ സീറ്റ് കിടന്ന് മുൻപോട്ട് പോയ അയാൾ പെട്ടെന്ന് തിരിച്ചു വന്ന് എന്റെ സൈഡിലെ സിംഗിൾ സീറ്റിൽ വന്നിരുന്നു. ആ ബോഗിയിൽ വേറെ ഒരുപാട് സീറ്റുണ്ടായിട്ടും അയാൾ ആ സീറ്റിൽ തന്നെ വന്നിരുന്നത് എനിക്ക് പന്തികേടായി തോന്നി. പക്ഷേ ധൃതിയിൽ അയാൾ മൊബൈൽ ചാർജർ കുത്തുന്നത് കണ്ടപ്പോൾ വേറെ ചാർജിംഗ് പോർട്ടുകൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാവും എന്ന് ഞാൻ കരുതി. ഞാൻ നോക്കുന്നത് കണ്ട് അയാൾ ചിരിച്ചു. ഞാനും അയാളെ നോക്കി ചിരിച്ചു. അയാളുടെ മുൻപിൽ അങ്ങനെ കിടക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എണീറ്റിരുന്നു. ഞാൻ എണീറ്റിരുന്നത് കണ്ട് അയാൾ വീണ്ടും ചിരിച്ചു. അയാൾ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണോ? മോള് കിടന്നോ? വേറെ പ്ലഗ് പോയിന്റൊന്നും വർക്ക് ആവുന്നില്ല. അതാ ഞാൻ ഇവിടെ ഇരുന്നത്. ഞാൻ അങ്ങനൊന്നുമില്ല. അയാൾ, ഞാൻ മോൾക്കൊരു ശല്യമായല്ലേ? ഞാൻ, ഇല്ല അങ്കിൾ, കുറെ നേരമായി കിടക്കുന്നു. അതുകൊണ്ട് എണീറ്റെന്നേ ഉള്ളൂ. ചിരിച്ചോണ്ട് അത്രയും പറഞ്ഞിട്ട് ഞാൻ ബാഗ് എടുത്ത് മുകളിലെ തട്ടിൽ വച്ചു. എന്നിട്ട് ഇയർഫോൺ ചെവിയിൽ വച്ചു വിൻഡോയിലേക്ക് ചെരിഞ്ഞിരുന്നു. പിന്നെ എപ്പോഴോ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഉണർന്നപ്പോൾ ജനൽച്ചില്ലിലെ റിഫ്ലക്ഷനിലൂടെ കാണുന്നത് അങ്കിൾ എന്റെ മാറിലേക്ക് നോക്കിയിരിക്കുന്നതാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. തണുപ്പ് കാരണം എന്റെ നിപ്പിൾസ് തടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇട്ടിരുന്ന ടോപ്പിലൂടെ അങ്കിളിനു അതിന്റെ പാട് വ്യക്തമായി കാണാമായിരുന്നു. അയാൾ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരീരമാകെ ഒരു തരിപ്പ് തോന്നി. ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തല്ലാതെ ഞാൻ ആരുമായും സെക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് കാണാൻ അങ്ങനെ തന്നെ ഇരുന്നു കൊടുക്കാൻ എനിക്ക് തോന്നി. പക്ഷേ എറണാകുളത്തുനിന്ന് ഒരുപാട് പേർ കേറിയാൽ പ്രശ്നമാവുമല്ലോ എന്നോർത്തപ്പോൾ ഷാൾ എടുത്തിടാൻ ഞാൻ തീരുമാനിച്ചു. ആളുടെ നോട്ടം മാറിയോ എന്നറിയാൻ ഞാൻ പെട്ടെന്ന് ആളെ ഒന്ന് നോക്കി. ഞാൻ ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കിയ അങ്കിൾ നോട്ടം ആളുടെ ഫോണിലേക്കാക്കി. അങ്കിളിന്റെ ചമ്മൽ കണ്ട് എനിക്ക് ചിരി വന്നു. ഞാൻ പതുക്കെ എണീറ്റ് മുകളിലിരുന്ന ബാഗ് എടുത്ത് സീറ്റിൽ വച്ചു. ബാഗ് തുറന്ന് ഷാൾ എടുത്തു.